ഹായ് ഓൾ. ഇത് നെക്സ്റ്റ് ഡേ, അതായത് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷനും പ്രീവിയസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം വെച്ചിട്ടാണ് എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടാണ്, 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിഫ്റ്റി മുന്നേ ഈ ഒരു ലെവലിൽ നിന്ന് 23,883 ടു 23,861 ഈ ഒരു ലെവലിൽ നിന്ന് 1, 2, 3, 4 വട്ടം പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നോക്കി റിജക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തത് റീറ്റെയിലേഴ്സിന് എൻട്രി കൊടുക്കാതെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ്. അപ്പൊ ഇവിടെ ഒരു എൻട്രി കൊടുക്കാതെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന കാണിച്ചിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു. അതായത് 24,000 ലെവല് ഒരു ക്രൂഷ്യൽ ലെവലാണ്. ഒരു എക്സ്പയറി ഡേയില് 24,000 ലെവലിൽ നിന്ന് ഒരു ക്രൂഷ്യൽ ലെവലിൽ നിന്ന് എന്തുവേണം സംഭവിക്കാം. ഈ ഒരു എക്സ്പയറി ഡേയിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. അതായത് 24,000 ലെവൽ ഇത്രയും പ്രൈസ് മുകളിലോട്ട് പോയി, അത് കഴിഞ്ഞ് 24,000 ലെവലിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആൾക്കാരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇത്രയും കയറിയപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അതിനു മുമ്പ് എൻട്രി എടുത്തവരുടെ ഇവിടെ ആയിരിക്കും. ഇതിനു മുമ്പ് എൻട്രി എടുക്കാൻ സാധ്യതയില്ല, കാരണം മാർക്കറ്റ് ഡൗണിലോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് കാണിച്ചത്. സഡൻലി ആണ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയത്. സോ എൻട്രി എടുക്കാൻ സാധ്യതയുള്ള ഏരിയ ഇതാണ്. ഇവിടുന്ന് എൻട്രി എടുത്തവരുടെ ഇത്രയും മാർക്കറ്റ് കയറിയ സ്ഥിതിക്ക് ബ്രേക്ക് ഈവനിൽ ഇവിടെ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അപ്പോൾ അത് തിരിച്ചു വന്ന് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഈ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിക്കുമ്പോൾ മാർക്കറ്റ് ഒരു താഴത്തോട്ടുള്ള ഒരു വലിയൊരു മൂവ് കൊടുക്കും. അവിടുന്ന് പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് നല്ലൊരു റിജക്ഷൻ താഴത്തോട്ട് വന്നു. എക്സ്പയറി ഡേയും കൂടി ആയിരുന്നു, നല്ല റിജക്ഷൻ വന്നു. ചെറിയൊരു പുൾ ബാക്ക്, വീണ്ടും റിജക്ഷൻ. ഈ ഒരു ഏരിയ, അതായത് ഇവിടെ നോക്കിയാൽ കാണാം 4 വട്ടം പ്രൈസ് മുന്നേ റിജക്ട് ചെയ്ത, താഴെ നിന്ന് കയറാൻ നോക്കി റിജക്ട് ചെയ്ത ആ ഒരു റെസിസ്റ്റൻസിന് മേളിൽ പ്രൈസ് ക്യാപ്പപ്പിൽ ഓപ്പൺ ആയി. അപ്പോൾ ഇപ്പൊ ഈ റെസിസ്റ്റൻസ് എന്തായി, ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടായി. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഇവിടെ നിന്ന് ഇന്ന് പ്രൈസ് ഒരു അപ്പ് മൂവ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പോ ഇവിടം വരെ കയറിയിട്ട് പ്രൈസ് വീണ്ടും ഈ ഏരിയയിൽ നിന്ന് ഓപ്പൺ പ്രൈസിൽ നിന്ന് റിജക്റ്റ് ആയിട്ട് വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന്, മുന്നേ പ്രൈസ് റിജക്ട് ചെയ്ത ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് കയറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഡേയില് മാർക്കറ്റ് ഒന്നെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ എൻട്രി കൊടുക്കാതെ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലോ, ചെറിയ ഗ്യാപ്പ് ഡൗണിലോ, അല്ലെങ്കിൽ ഇനീഷ്യൽ പുൾ ബാക്കിൽ ഇവിടെ ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ ഏകദേശം കേട്ടോ, ഞാൻ പക്ക ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണിത്, എൻ്റെ ഒരു വ്യൂ മാത്രമാണിത്. ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ നിന്നുള്ള പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാം. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു അപ്പ് മൂവ്മെന്റ് തരാം. ഇപ്പൊ 24,000 താഴെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേയ്സിൽ അത് ബ്രേക്ക് ചെയ്ത് 24,000 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. ഇനി അല്ല, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് പോണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് എടുത്ത് ഇവിടെ നിന്നൊക്കെ താഴത്തോട്ടുള്ള എൻട്രിയും പ്ലാൻ ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനും ഗ്ലോബൽ ന്യൂസും എല്ലാം ഇതിനെ അഫക്ട് ചെയ്യും. വേറെ ന്യൂസ് കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വൈസ് ഇതാണ് എൻ്റെ ഒരു വ്യൂ. അത് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങളുടേതായ വ്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതൊരു കോളോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ വ്യൂ മാത്രം.